ഒരു ചെയറിനോട് ചേരുന്ന രീതിയിലുള്ള ഒരു കർട്ടൻ കോമ്പിനേഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. കർട്ടൻ്റെ ഈ കളർ നോക്ക് നിങ്ങൾ, ഇതും ആ ഒരു ചെയറിൻ്റെ കളറും തമ്മിൽ പരസ്പരം നല്ല മാച്ച് കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കർട്ടനെ കുറിച്ച് ശരിക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. ഒരുപാട് ടൈപ്പ് കർട്ടൻസ് ഈ വീട്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഡബിൾ ഹൈറ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ വലിയ കർട്ടൻ ഫുൾ ഹൈറ്റിൽ കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഈ രൂപത്തിലേക്കാണ് മെക്കാനിസം വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ലൈറ്റ് വീടിനകത്തേക്ക് വരുവാൻ സാധിക്കും. ഇതൊക്കെ ലിനൻ ക്ലോത്തിലാണ് വരുന്നത്. ശരി ശരി, അത് ക്ലോത്തിന്റെ മുകളിൽ ഇതേപോലെ എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ട്രാക്കിന്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് മീൻസ് ഡസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ വരുന്ന ആൾക്കാർ, അലർജീസ് ഉണ്ടാകുന്ന ആൾക്കാർക്ക് കൂടുതലും കോട്ടൺ മെറ്റീരിയൽ പോക്കാണ് ബെറ്റർ. അതാണ് ബെറ്റർ. പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു വീട് വെക്കുന്ന സമയത്ത് വീടിന്റെ ഓരോ കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. വീടിന്റെ പെയിന്റിങ്, അവിടെ നൽകിയിരിക്കുന്ന ഫർണിച്ചർ, കർട്ടൻസ്, സോഫ്റ്റ് ഫർണിഷിങ്സ്, ഇങ്ങനെ ഓരോ കാര്യവും നമ്മൾ ശ്രദ്ധിച്ചാണ് നമ്മളുടെ ഒരു ഡ്രീം ഹോം നമ്മൾ സ്വന്തമാക്കിയെടുക്കുന്നത്. ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള സോഫ്റ്റ് ഫർണിഷിംഗ് സാധനങ്ങൾ മേടിക്കുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു അടിപൊളി വീട്ടിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ വീടിൻ്റെ വിശേഷങ്ങളും ഇൻറ്റീരിയറും കാര്യങ്ങളും ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈ ബെറ്റർ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീടിനകത്തേക്ക് കയറി വരുമ്പം തന്നെ നല്ല രീതിയിൽ നാച്ചുറൽ സൺലൈറ്റ് ഒക്കെ ലഭിക്കുന്ന ഒരു സെൻറ്റർ കോർട്ട്യാർഡ് നൽകിയിട്ടുണ്ട്. നേരെ മുന്നോട്ട് വരികയാണെങ്കിൽ ഒരു ഫാമിലി ലിവിങ് നമുക്ക് കാണാം. ഇവിടുത്തെ സോഫ സാധാരണയിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു സോഫയുടെ ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. തൊട്ട് പുറകിൽ തന്നെ കിഡിലനായിട്ടുള്ള ഒരു കർട്ടൻ സെറ്റ് ചെയ്തിരിക്കുന്നു. ഡബിൾ ഹൈറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു വലിയ കർട്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഇൻറ്റീരിയറിൽ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആയിട്ട് ഈ ഒരു കർട്ടൻ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഈ വീട് ഓരോന്നായിട്ട് ഇൻറ്റീരിയർ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് പെട്ടെന്ന് കാണാം. ഇപ്പോൾ വീട് വെക്കുന്ന ആളുകളൊക്കെ എക്സ്റ്റീരിയറിനേക്കാളും കൂടുതൽ ഇൻറ്റീരിയറിനാണ് പ്രാധാന്യം നൽകുന്നത്. ഈ വീട്ടിലേക്ക് നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറി വരികയാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഫോയർ സ്പേസ് ചെറിയതായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ 2 ചെയറുകളാണ് നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു സെൻറ്റർ ടേബിൾ നൽകിയിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലാണ് ഇവിടുത്തെ ലിവിങ് വരുന്നത്. ലിവിങ്ങിൻ്റെ ഡോറ് ഇതേപോലെ ഗ്ലാസ് ഡോറാണ് നൽകിയിട്ടുള്ളത്. വലിയൊരു ഓപ്പണിങ് നൽകിയിട്ട് ഒരു ടഫൻ ഗ്ലാസ് ഉപയോഗിച്ചിട്ടുള്ള ഗ്ലാസ് ഡോർ നൽകിയിരിക്കുന്നു. അകത്തേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ലിവിംഗ് റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രേ തീമാണ് ലിവിംഗ് റൂമിന് കൊടുത്തിട്ടുള്ളത്. വാളിന് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രേ ഫിനിഷ് കാണാം. സീലിംഗിലേക്ക് നോക്കുകയാണെങ്കിലും ഒരു ഗ്രേ ഫിനിഷ് കാണാം. അടിപൊളിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റുകൾ, ഒരു മൊറോക്കൻ സ്റ്റൈലൊക്കെ വരുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല 2 സോഫ സീറ്റേഴ്സ് ഇവിടെ നൽകിയിരിക്കുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഫാബ്രിക് കൊണ്ട് ചെയ്തിരിക്കുന്ന സോഫയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടുത്തെ ജനലുകളൊക്കെ വലിയ ജനലുകളാട്ടോ. നല്ല രീതിയിൽ വെളിച്ചത്തേക്ക് വരാൻ പറ്റുന്ന രീതിയിലുള്ള ജനലുകളാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് കർട്ടൻ ഫുൾ ഹൈറ്റിൽ നൽകിയിരിക്കുകയാണ്. ഈ റൂമിൻ്റെ തീം ഗ്രേ ആണെന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഫാബ്രിക്കിന് കൊടുത്തിരിക്കുന്നതും ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. ഫ്രണ്ടിൽ ഇതേപോലെ ബ്ലാക്ക് ഔട്ട് ആയിട്ട് ഗ്രേ കളറിൽ നൽകിയിരിക്കുന്നു. ഷിയർ കർട്ടൻ വൈറ്റ് കളറിൽ നൽകിയിരിക്കുന്നു. കർട്ടനെ കുറിച്ച് ശരിക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. ഒരുപാട് ടൈപ്പ് കർട്ടൻസ് ഈ വീട്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് അടുത്തൊരു സ്പേസ് കാണാം. ഇതാണ് കേട്ടോ ഈ വീട്ടിലെ സെൻറ്റർ കോർട്ട്യാർഡ്. നല്ല രീതിയിൽ വെളിച്ചം ഈ ഭാഗത്തുണ്ട്. ഇനിയിപ്പം പകലൊക്കെ സമയത്ത് നമ്മൾ ലൈറ്റ് ഇട്ടില്ലെങ്കിലും ഇവിടെ സീലിംഗിൽ നിന്ന് നല്ല രീതിയിൽ ലൈറ്റ് ലഭിക്കും. വാളിലേക്ക് നോക്കുകയാണെങ്കിൽ ടെറാക്കോട്ട ക്ലാഡിംഗ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു ചെറിയ ഫൗണ്ടെയിനും അതിനനുസരിച്ച് പ്ലാന്റുകളൊക്കെ ഇവിടെ കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ വലിയൊരു ഡൈനിങ് ടേബിളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒരുപാട് ഗസ്റ്റുകളൊക്കെ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഇതേപോലെ ഒരു 10 ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഡൈനിങ് ടേബിൾ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ യോജിക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. നല്ല ഭംഗിയുള്ള ഡൈനിങ് ടേബിളാണ്. അതിനോട് ചേരുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് ബാക്കിൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഈ ഒരു ചെയറിനോട് ചേരുന്ന രീതിയിലുള്ള ഒരു കർട്ടൻ കോമ്പിനേഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. കർട്ടൻ്റെ ഈ കളർ നോക്ക് നിങ്ങൾ, ഇതും ആ ഒരു ചെയറിൻ്റെ കളറും തമ്മിൽ പരസ്പരം നല്ല മാച്ച് കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരുപാട് വീടുകൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന കർട്ടൻസ് നോക്കുന്ന സമയത്ത് പല ടൈപ്പിൽ കർട്ടൻ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കർട്ടൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ താഴോട്ട് നിൽക്കുന്ന ഈ ഒരു മടക്കില്ലേ, ഇതിനെ നമ്മൾ ഇതിൻ്റെ ഫാളെന്ന് വിളിക്കുക. കർട്ടൻ്റെ ഫാള്, റിപ്പിൾ ഷേപ്പിൽ വരുന്ന ഫാളുകൾ മുകൾ മുതൽ താഴെ വരെ ഒരേ ലൈനിൽ വരിക എന്നുള്ളതാണ് ഏറ്റവും വൃത്തിയുള്ള കർട്ടൻ്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന കർട്ടന് നമ്മൾ എടുക്കുന്ന ക്ലോത്തിനനുസരിച്ചിട്ടാണ് ഈ ഒരു ഫാളിൻ്റെ ലൈനിങ് ഉണ്ടാവുക. അത് ഏറ്റവും പെർഫെക്റ്റ് ആവണമെങ്കിൽ നമ്മൾ കറക്റ്റ് മെറ്റീരിയൽ എടുക്കണം. ഈ മെറ്റീരിയലിൽ തന്നെ 4-5 ടൈപ്പുകളുണ്ട്. നമുക്കൊരു പക്ഷേ കർട്ടൻ എന്ന് മാത്രമേ അറിയണ്ടാവുള്ളൂ. നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് കർട്ടൻ വേണമെന്ന് പറയും, ആ ഒരു കർട്ടൻ നമുക്ക് തരും. എന്നാൽ എങ്ങനെയല്ല അതിൻ്റെ കാര്യങ്ങൾ. കർട്ടൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റി നോക്കണം, മെറ്റീരിയലിൻ്റെ ടൈപ്പ് നോക്കണം, ഇത് വിരിച്ച് കഴിഞ്ഞാൽ നല്ലോണക്ക് നിൽക്കുമോ എന്നുള്ള കാര്യമൊക്കെ നോക്കണം. ഇതൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്.
ഇതിനു മുമ്പ് തലശ്ശേരിയിൽ നല്ല ടൈപ്പ് കർട്ടൻസ് കിട്ടുന്ന ഒരു സ്ഥാപനത്തെ ഞാൻ പരിചയപ്പെടുത്തി തന്നിരുന്നു. അവരാണ് ഈ ഒരു വീടിൻ്റെ കാര്യമൊക്കെ എന്നോട് പറഞ്ഞതും ഞാൻ വന്ന് ഈ വീട് കാണുന്നതും. അവിടെ വെച്ച് കർട്ടൻ്റെ അടിപൊളിയായിട്ടുള്ള കുറേ മോഡലുകൾ ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഡൈനിങ് സ്പേസ് കഴിഞ്ഞാൽ നേരെ വരുന്നത് ഇവിടുത്തെ ഫാമിലി ലിവിങ് സ്പേസിലേക്കാണ്. ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു ഏരിയ കേട്ടോ. സാധാരണ നമ്മൾ ഫാമിലി ലിവിങ് സ്പേസിൽ ഒരു ചെറിയ സോഫയാണ് കൊടുക്കുക. എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നമുക്ക് രണ്ട് ഭാഗത്തും ഇരിക്കാൻ സാധിക്കും. സെൻറ്ററിൽ ഇതേപോലെ ഒരു സെപ്പറേഷൻ വരുന്നുണ്ട്. നല്ലൊരു ഫാബ്രിക് ഇതിൽ കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ഇൻറ്റീരിയറിനോട് നല്ല രീതിയിൽ മാച്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗം ഡബിൾ ഹൈറ്റ് ഏരിയ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫാനുകളൊക്കെ ഡിസൈനർ ഫാനുകൾ തന്നെ കൊടുത്തു. ഇൻറ്റീരിയറിനോട് നല്ല രീതിയിൽ ആ ഫാനുകൾ മാച്ച് ആവുന്നു. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഡബിൾ ഹൈറ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ വലിയ കർട്ടൻ ഫുൾ ഹൈറ്റിൽ കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ഈ ഒരു ഇൻറ്റീരിയറിനോട് മാച്ച് ചെയ്യുന്ന ഒരു അടിപൊളി കർട്ടനാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് 2 ട്രാക്ക് ആയിട്ട് ചെയ്തിരിക്കുന്ന കർട്ടനാണ്. ഷിയർ കർട്ടനും അതേപോലെ ബ്ലാക്ക് ഔട്ട് കർട്ടനും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കർട്ടൻ്റെ ആ കോൺട്രാസ്റ്റിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ മുകളിൽ ഒരു ലാമിനേറ്റ് ഇങ്ങനെ വാളിൽ പോകുന്നത് നമുക്ക് കാണാം. ഈ ഒരു ആംബിയൻസ് വരുന്ന സമയത്ത് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ നല്ല രീതിയിൽ ഹൈലൈറ്റ് ആയിട്ടുണ്ട്. കർട്ടൻ ഇവിടെ ഇല്ലാതെ ഈ ഇൻറ്റീരിയർ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്ക്. എന്തോ ആ ഒരു ഫുൾഫിൽ ആവാത്തൊരു ഫീൽ നമുക്ക് വരും. ഇതേപോലെ കൃത്യമായിട്ട് മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് ഇൻറ്റീരിയർ അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുക. കർട്ടൻ്റെ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം വിശദമായിട്ട് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇവരാണ് നമ്മൾ പറഞ്ഞതുപോലെ തലശ്ശേരിക്കാരായിട്ടുള്ള ഈ വീട്ടിലൊക്കെ കർട്ടൻ ചെയ്തിട്ടുള്ള, കേരളത്തിൽ തന്നെ അടിപൊളിയായിട്ട് കർട്ടൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നിങ്ങളെ സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറയും. നമ്മൾ സോഫ്റ്റ് ഫേണിഷിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഡെക്കോറിയ എന്നാണ് ഷോപ്പിൻ്റെ പേര്. തലശ്ശേരി ടൗണിൽ തന്നെയാണ് നമ്മുടെ സ്ഥാപനം. തലശ്ശേരി ടൗണിൽ തന്നെ മുന്നേ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ശരിക്ക് എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നതെന്നുള്ള കാര്യം ഒന്ന് പറയാൻ പറ്റും? നമ്മൾ ഒരു ഇൻറ്റീരിയറിൻ്റെ ഡീറ്റെയിൽ ഡ്രോയിങ് കിട്ടിയതിന് ശേഷമുള്ള കംപ്ലീറ്റ് A to Z സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ അതിൽ ഇപ്പം കർട്ടൻസ്, പിന്നെ സോഫ്റ്റ് ഫേണിഷിംഗിൽ വരുന്ന സോഫാസ്, കസ്റ്റമൈസേഷൻ, ഏത് രൂപത്തിലുള്ള ഏത് ഇമ്പോർട്ടഡ് ടൈപ്പ് എങ്ങനത്തെ ഏത് രൂപത്തിലുള്ള കസ്റ്റമൈസേഷൻ സോഫയും, പിന്നെ കുഷ്യൻസ്, ഹെഡ് ബോർഡ്സ്, പിന്നെ കാർപ്പറ്റ്, റഗ്, അത് കസ്റ്റമൈസേഷനും ഉണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് സൈസിൽ നമ്മൾ ഷോറൂമിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഷെൽഫിലൊക്കെ വെക്കുന്ന സാധനങ്ങൾ, അതെ, ഹോം ഡെക്കർ ഐറ്റംസിന്റെ വലിയൊരു ഷെയർ തന്നെ ഉണ്ട് അവിടെ. യെസ്, അങ്ങനെ ഇൻറ്റീരിയർ മേഖലയിലാണ് ഇവർ കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത്. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കർട്ടൻസ് ഒക്കെ നിങ്ങളുടെ പ്രൊഡക്റ്റുകളാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കർട്ടന് വാങ്ങുന്ന ഒരാൾക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ, അവരറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ കുറച്ച് സംശയങ്ങൾ, അല്ലെങ്കിൽ പൊതുവായിട്ട് ആളുകൾ അറിയേണ്ട കുറച്ച് സംശയങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ഓക്കെ. ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഇത്രയും ഹൈറ്റ് ഉള്ള ഒരു കർട്ടൻ, വലിയ ലെങ്ത്തിലും വരുന്ന കർട്ടൻ ആകുന്ന സമയത്ത് ഇത് നീക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കില്ല? അങ്ങനെയുള്ള കേസിൽ എന്താണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ? നോർമലി ഉള്ള ആർക്കിടെക്ട്സ് അതേപോലെ ക്ലയൻസ് ഒക്കെ ഇതേപോലെ ഹൈറ്റ് വരുന്ന കേർട്ടൻസിന് കൂടുതലും ഓട്ടോമേഷൻ അല്ലെങ്കിൽ റിമോട്ട് കൺട്രോൾഡ് കേർട്ടനിലേക്കാണ് പോവാറുള്ളത്. നമ്മൾ കൈകൊണ്ട് മാറ്റേണ്ടതില്ല. നമുക്ക് ഇതേ കേർട്ടൻ തന്നെ, റിമോട്ട് കൺട്രോൾ കേർട്ടൻ തന്നെ, നമുക്കൊരു 1 ടച്ച് ഓപ്പണിംഗിലേക്ക് വരുന്ന സമയത്ത് വിൻഡോ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയിട്ട് പോകുന്ന രീതിയിലേക്ക് നമുക്ക് ഓപ്പണിംഗിലേക്ക് വരും. റിമോട്ടിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് കാണിക്കുക? ഓക്കെ, നമുക്ക് കേർട്ടൻ ഓട്ടോമേഷനിൽ വരുന്നത് റിമോട്ട് ഈ രീതിയിലാണ് വരുന്നത്. ഇത് 1 ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ കേർട്ടൻ ഓപ്പണിംഗിലേക്ക് വരും. സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്. സ്റ്റോപ്പ് ഓട്ടോമാറ്റിക്കലി അവിടെ സ്റ്റോപ്പ് ആയിക്കോളും. അത് ശരി. അത് ഫുള്ള് ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യണം, സെയിം സാധനം ബട്ടൺ തന്നെ റിപ്പീറ്റേഷൻ ഞെക്കി കഴിഞ്ഞാൽ സെയിം നമുക്ക് ക്ലോസിംഗിലേക്ക് വരും. ഇത് മൊബൈലിലേക്ക് ആക്കി തരാൻ പറ്റുമോ? ഇത് നമുക്ക് റിമോട്ട് കാണാതായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിലേക്കും വിത്ത് വോയിസിലേക്കും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വോയിസിലേക്ക് നമ്മൾ പറഞ്ഞാൽ മതി, ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഈ ഹോം ഓട്ടോമേഷന്റെ കാര്യത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അത് ഇതിലും ചെയ്യാൻ പറ്റുന്നതാണ്. സെയിം ഇതിലേക്കും ചെയ്യാൻ പറ്റും. കിച്ചണിലേക്ക് വരുമ്പോൾ കർട്ടന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുണ്ട് അല്ലേ? കിച്ചണിൽ പൊതുവെ വാട്ടർ പ്രൂഫ് കർട്ടൻസ് അല്ലേ നൽകേണ്ടത്? അതെ, കിച്ചണിൽ നമുക്ക് കൂടുതലും വാട്ടർ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് കൂടുതലും നമ്മൾ 3 ടൈപ്പ് ഓഫ് കേർട്ടൻ ആണ് ഉപയോഗിക്കാറ്. അതിൽ ഒരു ടൈപ്പാണ് ഇവിടെ നിലവിലുള്ളത്. വുഡൻ ബ്ലൈൻഡ്സ് എന്ന് പറയുന്നത് കാറ്റഗറിയിൽ വരുന്ന ഐറ്റം ആണ്. ഇത് വുഡൻ ബ്ലൈൻഡ്സ് ആണ്. നാച്ചുറൽ വുഡിലാണ് ഈ ഒരു ഐറ്റം വരുന്നത്. കർട്ടന്റെ ഒപ്പം തന്നെ കിച്ചൺ ഞാൻ പെട്ടെന്ന് കാണിച്ചു തരട്ടെ. ഇതൊരു ഫോർമൽ കിച്ചൺ ആണ്. അതിൽ തന്നെ അത്യാവശ്യം നല്ല സൈസുള്ള കിച്ചൺ കൂടിയാണ്. സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇവിടെ കിച്ചൺ കബോർഡുകൾ ചെയ്തിരിക്കുന്നത്. മുകളിലെ കോഡ്സ് ആണ് കൗണ്ടർ ടോപ്പ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു സിങ്ക് വരുന്നുണ്ട്. വുഡൻ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതെങ്ങനെ ഓപ്പൺ ആക്കുന്നത്? ലൈറ്റ് അകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അതിന്റെ മെക്കാനിസം? ഇത് മെക്കാനിസം വരുന്നത്
ഈ രൂപത്തിലേക്കാണ് മെക്കാനിസം വരുന്നത്. അപ്പൊ നല്ല രീതിയിൽ ലൈറ്റ് വീടിനകത്തേക്ക് വരുവാൻ സാധിക്കും. ഈ സാധനങ്ങളുടെ ഒക്കെ ക്വാളിറ്റി എങ്ങനെയാ പറയാ? ബ്രാൻഡിലാണ്, പല ബ്രാൻഡിലും വരുന്നുണ്ട്. നമ്മൾ ഇവിടെ കൊടുത്ത ബ്രാൻഡ് ഡീഡക്കോർ എന്ന് പറയുന്ന ഒരു പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഡീഡക്കോറിന്റെ കർട്ടനാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഫിറ്റിംഗ്സും ഇതിന്റെ ക്വാളിറ്റി ഒക്കെ നല്ല പക്ക ക്വാളിറ്റിയുള്ള ഐറ്റം ആണ് ഇവിടെ വന്നിരിക്കുന്നത്. കിച്ചണിൽ ഈ ടൈപ്പ് കർട്ടൻസ് മാത്രമേ വരുന്നുള്ളൂ? ഇല്ല, കിച്ചണിൽ കൂടുതലും ചെയ്യാറ് വുഡന് പ്ലസ് വെനീഷ്യൻ ബ്ലൈൻഡ്സ്, അതേപോലെ റോളർ ബ്ലൈൻഡ്സ്, അങ്ങനെ 3 കാറ്റഗറി ഓഫ് കർട്ടൻ ആണ്. 3 ടൈപ്പാണ് കിച്ചണിൽ ചെയ്യുക. സെയിം സെഗ്മെന്റ് ആണ് ടോയ്ലറ്റ്സിലും നമ്മൾ ചെയ്യാറ്, യൂസ് ചെയ്യാം. ഏതൊരു പ്രൊജക്റ്റിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് അതിന്റെ ആർക്കിടെക്റ്റ് ആണ്. ഇവരുടെ കമ്പനിയാണ് ഇവരുടെ ആർക്കിടെക്ചറൽ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് അല്ലേ? നിങ്ങളെ സ്ഥാപനത്തിന് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തും. എൻ്റെ പേര് ആർക്കിടെക്ട് ഇംതിയാസ് റഹ്മാനാണ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് RDA എന്നാണ്, റഫീഖ് ഡിസൈൻ അസോസിയേറ്റ്സ്. വടകരയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്തൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഒന്നുകൂടിയാണ് നിങ്ങളുടെ ഈ RDA സ്ഥാപനം എന്ന് പറയുന്നത്. അതായത് എൻ്റെ ഫാദർ തന്നെ ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് 30 years ആയിട്ട് ഫീൽഡിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ കൂടെ ഈ ഒരു ഇതിലേക്ക് വന്നിരിക്കുകയാണ്. അതെ. പ്രൊജക്റ്റിലേക്ക് വരുന്ന സമയത്തെ നിങ്ങൾ റെസിഡൻഷ്യൽ മാത്രമാണോ കൊമേഴ്ഷ്യൽ എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പ്രൊജക്റ്റുകളൊക്കെ പോകുന്നത്? നമ്മൾ പ്രൊജക്ട്സ് എല്ലാ വെറൈറ്റീസിലും ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഫ്ലാഗ്ഷിപ്പ് എന്ന് വെച്ചാൽ റെസിഡൻസ് ആണ്. പിന്നെ അതിൽ ഇപ്പോൾ കൊമേഴ്ഷ്യലും കുറേ ചെയ്യുന്നുണ്ട്, ഹോട്ടൽസും പിന്നെ ഈ മാൾസും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട്സും സ്കൂൾസൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ നമ്മളെ വിഷയം ഈ സോഫ്റ്റ് ഫർണിഷിങ്ങുകളുടെ കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോയുടെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ അസോസിയേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? നമ്മൾ കേർട്ടൻസ് ഡെക്കോറിയോ ടീമാണ് മൊത്തം ചെയ്തത്. പിന്നെ അതിൻ്റെ സ്റ്റൈലിംഗ് ഒക്കെ സമയത്തൊക്കെ ഡെക്കോറിയോയുടെ ഹെൽപ്പിംഗ് ഉണ്ടായിരുന്നു. റൈറ്റ്. ഈ വീട്ടിലെ ഓരോ ബെഡ്റൂമുകളും യുണീക്ക് ആയിട്ടുള്ള സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ബെഡ്റൂമിലേക്കൊക്കെ കളർ കോമ്പിനേഷൻ ഫിക്സ് ചെയ്യുന്ന സമയത്തും മെറ്റീരിയൽ സോഴ്സ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങളൊരു ഇൻവോൾവ്മെൻറ്റും അതിൽ മെറ്റീരിയൽ സോഴ്സ് ചെയ്യുന്ന അസോസിയേഷനൊക്കെ ഒന്ന് പറയാൻ പറ്റും? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഓരോ റൂംസും ഓരോ തീമും ഫിക്സ് ചെയ്തിട്ടാണ്. കാരണം ഓരോ മക്കളുടെ റൂമാണ്. ഈ റൂം ഈ ഓണറുടെ ഒരു മകളുടെ ആണ് ഇപ്പോൾ റീസെൻ്റ്ലി വെഡിങ് ആയത്. അപ്പോൾ ഈ റൂം മോർ ലൈക്ലി ഒരു ബോഹോയിലേക്കാണ് കൊണ്ടുപോയത്, ബോഹോ തീമിലേക്ക്. അപ്പോൾ ഇവിടെ യൂസ് ഓഫ് ഫ്ലോറൽ പാറ്റേൺസ് പിന്നെ കളർ കോമ്പിനേഷൻ ഹൈലൈറ്റ് കളേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. കർട്ടനിലേക്കൊക്കെ വരികയാണെങ്കിൽ ഫുൾ ഫ്ലോറൽ അതൊക്കെ. അപ്പോൾ ഇതിൻ്റെ കേർട്ടൻസ് ആണ് ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഇതിൻ്റെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ കളർ ഫിക്സിങ്ങും അതിൻ്റെ കളർ പാലറ്റൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളോട് കൂടെ ഉണ്ടായിരുന്ന ഡെക്കോറിയോ ടീം അവരവരുടെ മെറ്റീരിയൽസും അതൊക്കെ കൂടിയിട്ട് നമ്മൾ സൈറ്റിൽ വെച്ചിട്ടായിരുന്നു അവർ സൈറ്റിലേക്ക് എത്തുകയും അതേസമയം നമ്മുടെ കാർപ്പൻറ്റേഴ്സ് ടീം ഈ പാനൽ വർക്ക് ചെയ്യാനുള്ള ടീമും അവരും എത്തി. അവർ തമ്മിൽ എല്ലാവരും ഒരുമിച്ചൊരു സർക്കിളായിട്ട് കോൺഫറൻസ് ആയിട്ട് ഇരുന്നിട്ട് മെറ്റീരിയൽസ് സോർട്ട് ഔട്ട് ചെയ്ത് ഒരു കളർ ഫിക്സ് ചെയ്ത് അന്ന് തീരുമാനിച്ച കളേഴ്സാണ് പിന്നീട് പാരലായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ മെറ്റീരിയൽ സെലക്ഷൻ ചെയ്യുമ്പോൾ ഈ റൂം അറിയാണ്ടും നമ്മൾ ഒരു പ്രീമിയം ഇത് വേണ്ടിയിട്ട് ഫാബ്രിക്സ് തന്നെ ഈ ഡെക്കോറിന് തന്നെ അവർക്ക് തന്നെ പല കാറ്റഗറീസ് ആയിട്ട് അവർ ബ്രോഷേഴ്സ് കാണിച്ചത്. അപ്പോൾ അതിൽ ഒരു പ്രീമിയം കാറ്റഗറി പെട്ടതാണിത്. മോർ ഓഫ് ലിനൻ ഫാബ്രിക്കും പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന ഒരു ഒലീവ് ഗ്രീൻ ആണ് വരുന്നത്. ആ ഗ്രീനിന്റെ ഒരു ഷെയ്ഡ്സ് ആണ് ഈ റൂം മൊത്തം പോകുന്നത്, ഫുൾ വരുന്നത്. ഗ്രീൻ എലമെന്റ് പല സൈഡിലും കാണാം, തൊട്ട് ഈ കാണുന്ന ഓട്ടോമൻ ബെഞ്ച് വരെയുള്ള. അതെ, എക്സാക്ട്ലി. ഇപ്പൊ ഈ കാർപ്പറ്റിൽ വരെ നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ഈ ഗ്രീന്, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീൻസ് വെച്ചാൽ ഈ സെയിം നമ്മൾ കേർട്ടൻസിൽ ത്രെഡ് വർക്കിൽ വന്നിരിക്കുന്ന സെയിം ഗ്രീൻ എലമെന്റ് ഇങ്ങോട്ട് റിപ്പീറ്റ്. ഈ ഒരു മാച്ചിങ് നമുക്ക് ആക്യുറസി കിട്ടാൻ കാരണം അവരെ സാമ്പിൾസ് നമുക്ക് തന്നുകൊണ്ടാണ്. അപ്പോൾ ആ സാമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ് മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരുപാട് പ്രൊജക്റ്റിൽ ഡെക്കോറേറ്റ് അസോസിയേറ്റ് ചെയ്താ? അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സർവീസും കാര്യങ്ങളൊക്കെ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ആസ് ആൻ ആർക്കിടെക്ട്? നമ്മൾ വളരെ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. മെയിൻലി നമ്മൾ പറയില്ലേ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്ലയൻസുമായിട്ടുള്ള റിലേഷൻ കൂടിയാണ് നമ്മൾ മെയിൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലയന്റിന്റെ കംഫർട്ട് ആണല്ലോ മെയിൻ ആയിട്ട് നോക്കുന്നത്. അപ്പോൾ ഈ ഡെക്കോറിയോ ടീമായിട്ടുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാൽ ഫ്ലെക്സിബിലിറ്റിയാണ്. അവർ നമുക്കിപ്പോൾ ഒരു ക്ലയന്റ് ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ബഡ്ജറ്റിന് ഒത്തിട്ടുള്ള പ്രോസസ്സും ബഡ്ജറ്റിന് ഒത്തിട്ടുള്ള ഒരു കൺസിഡറേഷൻ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എളുപ്പമാണ്. കൂടാതെ ഇവർ മെറ്റീരിയൽ സെലക്ഷൻ ടൈമിൽ ഇവർ ടീം മൊത്തം വന്നിട്ട് അവർ മൊത്തം നോട്ട് ഡൗൺ ചെയ്യുമ്പോൾ പിന്നീട് ഒരു കൺഫ്യൂഷൻ ഇല്ല. അവർ കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവരൊരു മൊത്തം ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ റൂമിന്റെ പേര് സൈതാണ് അവർ നോട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എളുപ്പമാണ് ആസ് എ ഡിസൈനർ. അങ്ങനെയുള്ള ഒരാളെയാണ് ശരിക്കും ആർക്കിടെക്റ്റുകൾക്കും കസ്റ്റമർക്കും ആവശ്യമുള്ളത്. അതെ, എക്സാക്ട്ലി. ഓക്കെ, എന്തായാലും ഇതുപോലത്തെ പ്രൊജക്റ്റുകൾ ആളുകൾ ഇനിയും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ? ഓ ഷുവർ, ഇൻഷാല്ലാ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്തൊരു റൂമിലേക്ക് വരികയാണെങ്കിൽ പാറ്റേൺ മൊത്തത്തിൽ മാറിയില്ലേ? ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഫാബ്രിക് ആണല്ലോ. ഫാബ്രിക് ഒക്കെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ബ്രാൻഡുകളൊക്കെ എങ്ങനെയാണ്? നമ്മൾ പ്രീമിയം സെഗ്മെന്റിലേക്ക് വരുമ്പോൾ ഡീഡെക്കോറിൽ സെൻസാർ എന്ന് പറഞ്ഞിട്ട് ആർട്ടിക് ചോയ്സ്
അതിൽ കൂടുതലും പ്രിഫറൻസ് വരുന്നത്. അതിൽ ലിനനിൽ എംബ്രോയിഡറി വർക്ക് വരുന്ന ഫാബ്രിക് ആണ്. ഇതൊക്കെ ലിനൻ ക്ലോത്തിലാണ് വരുന്നത്. ശരി. അത് ക്ലോത്തിന്റെ മുകളിൽ ഇതേപോലെ എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. ഷിയറിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ ഇത് ലിനനാണ്, പക്ക ലിനനാണ്, ഫുള്ള് ലിനനാണ് വരിക. ഇത് ഇതേപോലെ തന്നെ മോട്ടറൈസ്ഡ് ആണോ അല്ലെങ്കിൽ മാനുവൽ ആണോ? ഇത് മാനുവൽ ആണ്. ഇത് ഫോറസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ചാനലാണ് ഇത് നമുക്ക് ഉപയോഗിക്കുന്നത്. ട്രാക്കിന്റെ സ്ട്രെങ്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ക്ലോത്തിന് അത്യാവശ്യം വെയിറ്റ് വരൂലേ? അത്യാവശ്യം വെയിറ്റ് വരും. ആ വെയിറ്റ് കൂടുതലുള്ള ഫാബ്രിക്കുകൾ വരുന്ന ഏരിയാസ്, അതേപോലെ കുറച്ചുകൂടി സ്ട്രെങ്ത് വേണ്ട ഏരിയാസിൽ നമ്മൾ ഫോറസ്റ്റ് ആണ് ബ്രാൻഡ് പ്രിഫർ ചെയ്യാറ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ട്രാക്കിന്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ നമ്മളെ കൂടെ ഉള്ളത് ഈ വീടിന്റെ ഹൗസ് ഓണർ ആയിട്ടുള്ള സിദ്ദീഖാണ്. സിദ്ദീഖ, ഇപ്പൊ നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നത് ഒരു സെൻട്രൽ കോർട്ട്യാർഡിലാണ്. മൊത്തത്തിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു വീടാണ് ഇവിടെ നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ കൂടെ നിന്ന് ആർക്കിടെക്റ്റ്, നിങ്ങളെ ഈ ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ആക്കാൻ സഹായിച്ചിട്ടുള്ള പണിക്കാർ, മറ്റ് കമ്പനികൾ, അവരെ കുറിച്ചൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നൊന്ന് ഷെയർ ചെയ്യാം. അവരെ കുറിച്ചിട്ട് റഫീഖ് സാർ എന്ന് പറഞ്ഞാൽ വടകരയുള്ള പിന്നെ റഫീഖ് ഡിസൈൻ അസോസിയേറ്റ് മൂപ്പരാണ് ചെയ്തത്. മൂപ്പര മകൻ എൻജിനീയേഴ്സ് തന്നെയാണ്. അപ്പോൾ ഓരോ ഒരു ഡിസൈൻ വെച്ചിട്ട് തന്നെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്നേത് രൂപത്തിൽ വേണമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ വിചാരിച്ചേക്കാട്ട് എത്രയോ നല്ല രീതിയിൽ മൂപ്പർ ചെയ്ത് പൂർത്തീകരിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്താണെങ്കിൽ തന്നെ നല്ല നാച്ചുറൽ ലൈറ്റ് ആണ്. അതെ. അപ്പോൾ ഇതേപോലെ വീടിനകത്ത് നല്ല വെളിച്ചം വേണമെന്നൊക്കെ നേരത്തെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അത് വെളിച്ചം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പൺ ഏരിയ ആയിട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേങ്കിൽ ഈ ഒരു രൂപത്തിലാവുന്ന അതിന്റെ കൂടെ ബാക്കിയുള്ള ഇന്റീരിയറും കൂടെ മാച്ച് ചെയ്യുന്നത് ആർക്കിടെക്റ്റിന്റെ കഴിവ് തന്നെയാണ്. നമ്മളെ കർട്ടൻ ഇവിടെ ചെയ്തത് തലശ്ശേരിയുള്ള ഡെക്കോരിയോ ടീമാണ്. നമ്മൾ വളരെ തൃപ്തരാണ്. ഓരോരോ റൂമിൻ്റെ കളർ കോമ്പിനേഷന് കണക്കായിട്ട് നമ്മുടെ എൻജിനീയേഴ്സ് പറഞ്ഞ പ്രകാരം ഓരോത് വളരെ ഭംഗിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. ആർക്കിടെക്ട് തന്ന ഡിസൈൻ അനുസരിച്ച് തന്നെയുള്ള നല്ല മോഡലുകൾ ഒരു ടീം കംപ്ലീറ്റ് ഇവിടെ വന്നിട്ട് ഓരോരോ റൂംസും എൻജിനീയേഴ്സിൻ്റെ അഭിപ്രായത്തോട് പൂർണ്ണമായിട്ട് സഹകരിച്ചുകൊണ്ട് അതിന് അനുയോജ്യമായ രീതിയിലുള്ള സംഗതികളാണ് നമുക്ക് ചെയ്തു തന്നത്. എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഒരു അവസരം തന്നതിന് വളരെയധികം നന്ദി. വളരെ സന്തോഷം. ഇത് നിയറസ്റ്റ് ആയിട്ട് തന്നെ ഡെക്കോറിയ കർട്ടൻ വർക്ക് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ ഒരു സൈറ്റിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഡോർ അടയ്ക്കുക അല്ലേ? ഇവിടെ എന്തൊക്കെ വർക്കുകളാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്? ഇവിടെ കർട്ടന് അതേപോലെ ഹോം ഡെക്കോർ ഐറ്റംസിൽ ചില ഐറ്റംസുകളും നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ആർക്കിടെക്ട്സും RDA തന്നെയാണ്. സെയിം ആർക്കിടെക്ട്സ് ആണ്. അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആവട്ടെ. ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. ഇതാണ് ഈ വീടിന്റെ ലിവിംഗ് സ്പേസ്. ഈ കർട്ടൻസ് ഒക്കെ നിങ്ങളെ കർട്ടൻസ് ആണ്? അതെ, ഇതിൽ റിപ്പിൾ കർട്ടൻ ആണ് നമ്മൾ പ്രിഫർ ചെയ്തത്. മീൻസ് റിപ്പിൾ പ്ലസ് പ്ലേറ്റഡ് കർട്ടൻ ആണ് ഇതിൽ വരുന്നത്. മെറ്റീരിയൽ എന്താ വന്നത്? ഇത് ലിനനാണ് മെറ്റീരിയൽ വരുന്നത്. ലിനൻ കൊടുത്തിരിക്കുക. നേരെ മുന്നോട്ട് വരികയാണെങ്കിൽ ഇതാണ് ഇവിടുത്തെ ഫാമിലി ലിവിംഗ് സ്പേസ് അല്ലേ? ഇവിടെ ഫുൾ കർട്ടൻ ഫുൾ ഹൈറ്റിൽ ചെയ്തിരിക്കുന്നു അല്ലേ? അതെ. ഇത് മോട്ടറൈസ്ഡ് ആണ്? അതെ, മോട്ടറൈസ്ഡ് ആണ്. നമ്മൾ നേരത്തെ കണ്ട സൈറ്റിലെ പോലെ തന്നെ വിത്ത് റിമോട്ട് ആണ് വരുന്നത്. ഇതിൽ ഓട്ടോമേഷൻ വരുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോമേഷൻ വരുന്നില്ല. ഇത് വിത്ത് റിമോട്ട് ആണ് വരുന്നത്. റിമോട്ട് മോട്ടറൈസ്ഡ് ആയിട്ട് ചെയ്തിരുന്നതാണ്. ഇതിന്റെ സീലിംഗ് നോക്കി, ഇവിടെ ഡബിൾ ഹൈറ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഒരു സീലിംഗ് ഡിസൈൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. അതേപോലെ ഒരു ജാൻഡ് ആയിട്ടുള്ള സീലിംഗ് ലൈറ്റ് ഹാങ്ങിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? അടിപൊളിയായിട്ട് അതിനോട് മാച്ച് ചെയ്യുന്ന ഒരു കർട്ടനുമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസ്. ഇതേപോലെ 10 ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണ് നൽകിയിരിക്കുന്നത്. ഈ കർട്ടൻ നിങ്ങളതായിരിക്കും അല്ലേ? അതെ, കർട്ടൻ നമ്മൾ ചെയ്തതാണ്. നമ്മൾ ലിവിംഗ് പറഞ്ഞ പോലെ തന്നെ ലിനൻ ആണ് മെറ്റീരിയൽ വരുന്നത്. അധികവും പ്രീമിയം ആയിട്ട് ചെയ്യുന്ന പ്രൊജക്റ്റിലൊക്കെ ലിനൻ ആണോ? ലിനൻ പ്ലസ് കോട്ടൺ ഈ ഒരു സെഗ്മെന്റ് ആണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറ്. നല്ല മെറ്റീരിയൽ അതാണ്. അതായത് മീൻസ് ഡസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ വരുന്ന ആൾക്കാർ, അലർജീസ് ഉണ്ടാകുന്ന ആൾക്കാർക്ക് കൂടുതലും കോട്ടൺ മെറ്റീരിയൽ പോക്കാണ് ബെറ്റർ. അതാണ് ബെറ്റർ. സോ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് നമ്മുടെ വീഡിയോ നടന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ നാദാപുരത്ത് വെച്ചിട്ടാണ്. ഓൾ കേരള ലെവലിൽ കർട്ടൻ സർവീസുകൾ, സോഫ്റ്റ് ഫർണിഷിംഗ് സർവീസുകൾ നൽകുന്ന നല്ലൊരു സ്ഥാപനമാണ് ഡെക്കോറിയോ. നിങ്ങളുടെ പുതിയ വീട്ടിലേക്ക് നല്ലൊരു ടീമിനെ തന്നെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് ഡെക്കോറിയോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ നൽകുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ.